നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി ഇന്നലെയാണ് പിടിയിലായത്. ഇതിനിടെ എങ്ങനെയാണ് നടി ആക്രമിക്കപ്പെട്ടതെന്ന് വ്യക്തമാക്കുന്ന മൊഴിയുടെ വിശദാംശങ്ങൾ ചില ഓൺലൈൻ പോർട്ടലുകൾ പുറത്തുവിടുന്നു. നടി നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് മംഗളം പത്രമാണ്. ഏകദേശം വൈകുന്നേരം 7 മണിയോടെ ഷൂട്ടിങ്ങിനായി ഞാൻ ലാൽ ക്രിയേഷൻസ് അയച്ചു തന്ന KL 39F 5744 മഹീന്ദ്ര XUV വാഹനത്തിൽ എൻ്റെ വീട്ടിലേക്ക് എറണാകുളത്തേക്ക് പോന്നു. എന്നെ കൊണ്ടുപോകാൻ വന്ന ഡ്രൈവറെ എനിക്ക് മുൻ പരിചയമില്ല. ഞാൻ തനിച്ചാണ് ഷൂട്ടിങ്ങിന് പോകാറുള്ളത്. ഞാൻ വണ്ടിയിൽ കയറിയപ്പോൾ ഹൈവേ എത്തുന്നതുവരെ വഴി പറഞ്ഞു തരണമെന്ന് ഡ്രൈവർ എന്നോട് പറഞ്ഞ പ്രകാരം ഞാൻ വഴി പറഞ്ഞു കൊടുത്തു. പതിയെ പോയാൽ മതിയോ എന്ന് ഡ്രൈവർ എന്നോട് ചോദിച്ചു. ലാൽ മീഡിയയിലേക്കാണോ പോകേണ്ടതെന്ന് എന്നോട് ചോദിച്ചു. അല്ല, പനമ്പള്ളി നഗറിലുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകേണ്ടതെന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഞങ്ങൾ ഹൈവേയിൽ കയറി കഴിഞ്ഞപ്പോൾ മുതൽ ഡ്രൈവർ മൊബൈലിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അയാളെ പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ അയാളോട് ഒന്നും ചോദിച്ചില്ല. ഞാൻ സഞ്ചരിച്ച കാർ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന ജംഗ്ഷൻ കഴിഞ്ഞ് അല്പം മുമ്പോട്ടെത്തിയപ്പോൾ 8:30 മണിയോടെ ഒരു വാൻ വന്ന് ഞങ്ങളുടെ കാറിൻ്റെ പുറകിലിടിച്ചു. ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ വാൻ മുന്നിൽ കയറ്റി ഇടത് സൈഡിൽ ഒതുക്കി നിർത്തി. കാർ നിർത്തി ഡ്രൈവറും ഇറങ്ങിച്ചെന്നു. അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നതും കണ്ടു. ഉടനെ തന്നെ എൻ്റെ കാറിൽ ഡ്രൈവർ വന്ന് വണ്ടിയിൽ കയറുകയും അതോടൊപ്പം തന്നെ വാനിൽ വന്ന 2 പേർ കാറിലേക്ക് കയറുകയും ചെയ്തു. എന്നെ നടുക്കിരുത്തി അവർ 2 പേരും 2 സൈഡിലുമായി ഇരിക്കുകയും എൻ്റെ 2 കൈയിലും 2 പേരും ബലമായി പിടിച്ച് വലത് സൈഡിൽ ഇരുന്നയാൾ അയാളുടെ കൈകൊണ്ട് എൻ്റെ വായ പൊത്തിപ്പിടിക്കുകയും എൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങി മിണ്ടരുത്, ഒച്ച വെച്ചാൽ എന്ന് പറയുകയും ചെയ്തു. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തന്നെ പറഞ്ഞു തീർക്ക്, എന്നെ വിട് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും എന്നെ അവർ വിട്ടില്ല. മാഡത്തിനെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇത് ഇങ്ങനെയാവുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് വലത് സൈഡിൽ ഇരുന്നയാൾ പറഞ്ഞു. എന്നെ ഉപദ്രവിക്കരുതെന്ന് അവരോട് ഞാൻ പറഞ്ഞു. എൻ്റെ ഫോൺ എന്ന് തരാമോ എന്ന് ചോദിച്ചെങ്കിലും അവർ തന്നില്ല. ആദ്യം കയറിയ ആൾ ഞങ്ങൾ ഇടപ്പള്ളി കഴിഞ്ഞു എന്നും മറ്റും മറ്റാരോടോ വിളിച്ചു പറയുന്നത് കേട്ടു. പാലാരിവട്ടം എത്താറായപ്പോൾ വണ്ടി നിർത്തി കളമശ്ശേരിയിൽ നിന്നും കയറിയ ആൾ ഇറങ്ങുകയും എൻ്റെ ഇടതുവശത്തും വേറൊരാൾ ഡ്രൈവർ സീറ്റിൻ്റെ ഇപ്പുറത്തും കയറുകയും ചെയ്തു. ഫ്രണ്ടിൽ കയറിയ ആൾ എന്നോട് 15 മിനിറ്റിനകം മാഡത്തിനെ ലാൽ മീഡിയയിൽ എത്തിക്കാമെന്നും ഞങ്ങൾക്ക് ഈ ഡ്രൈവറെ മാത്രം മതിയെന്നും പറഞ്ഞു. പാലാരിവട്ടത്തേക്ക് പോകാതെ തന്നെ മറ്റൊരു വഴിയെ പോയി ലെഫ്റ്റ് തിരിഞ്ഞ് ഗ്രില്ലിട്ട ഗേറ്റിനുള്ളിലേക്ക് വണ്ടി കയറ്റി നിർത്തി മുന്നിലിരുന്നയാൾ ഇറങ്ങുകയും മറ്റൊരാൾ വന്ന് ഡ്രൈവറെ ഇറക്കിക്കൊണ്ടുപോവുകയും ചെയ്തു. ടവൽ കൊണ്ട് മുഖം മറച്ച ഒരാൾ ഡ്രൈവർ സീറ്റിൽ കയറി. അയാൾ വണ്ടി കാക്കനാട് ഭാഗത്തേക്ക് ഓടിച്ചു കൊണ്ടുപോയി. വലിയ ഒരു ബ്രിഡ്ജിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ വണ്ടി നിർത്തി. ഈ സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ വണ്ടിയിലിടിപ്പിച്ച വാൻ ഞങ്ങളുടെ കാറിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടി നിർത്തി വണ്ടി ഓടിച്ചിരുന്നയാൾ പിറകിൽ വന്ന് ഞാനിരുന്ന സീറ്റിൽ കയറുകയും പുറകിലിരുന്നയാളെ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് മറ്റേ വണ്ടിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. പുറകിൽ വന്ന് കയറിയ ആളെ എനിക്ക് മുൻപ് പരിചയമുണ്ട്. ഷൂട്ടിങ്ങിനായി ജനുവരിയിൽ ഗോവയിൽ പോയപ്പോൾ എയർപോർട്ടിൽ നിന്ന് എന്നെ പിക്ക് ചെയ്യാൻ വന്നതും പിന്നീട് ഷൂട്ടിംഗ് തീരുന്നതുവരെ വണ്ടി ഓടിച്ചതും അയാളായിരുന്നു. പുറകിൽ എന്നോടൊപ്പം ഇരുന്നയാൾ എനിക്ക് ഒരു കൊട്ടേഷനുണ്ട്. നേക്കഡ് വീഡിയോ എടുത്തുകൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്. സഹകരിച്ചാൽ 23 മിനിറ്റ് നീളമുള്ള വീഡിയോ എടുത്ത ശേഷം എത്തേണ്ട സ്ഥലത്ത് ചെന്നുകൊണ്ടെത്തിക്കാം. അല്ലെങ്കിൽ DD റിട്രീറ്റ് ഫ്ലാറ്റിൽ ഒരുപാട് ആളുകളുണ്ട്. അവർ എന്താണ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കാനാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് സഹകരിക്കണം എന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. എൻ്റെ ജീവിതം തകർക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. സെന്റിമെന്റ്സ് ഒന്നും എൻ്റെ അടുത്ത് കാണിക്കണ്ട, അതൊന്നും എൻ്റെ തലയിൽ കയറില്ല എന്ന് പറഞ്ഞ് വീണ്ടും എന്നെ ഭീഷണിപ്പെടുത്തി. നിങ്ങളെ ഇറക്കി വിട്ട ശേഷം ഇത് എത്തേണ്ട സ്ഥലത്ത് ഞാൻ എത്തിച്ചു കൊള്ളാം. നാളെ രാവിലെ 10 മണിക്ക് ശേഷം ഞാൻ വിളിച്ചു കൊള്ളാം. ബാക്കി ഡീലിംഗ് ഒക്കെ അവർ സംസാരിച്ചു കൊള്ളും എന്നും അയാൾ എന്നോട് പറഞ്ഞു. വണ്ടി പടവുകളിലെ ലാലേട്ടൻ്റെ വീട്ടിലേക്ക് വിടാൻ പറഞ്ഞു. ഞാൻ ഇവിടെ വന്നപ്പോൾ ലാലേട്ടനും ഭാര്യയും വീട്ടിലുണ്ടായിരുന്നു. ഞാൻ അവരോട് ഉണ്ടായ വിവരങ്ങൾ പറഞ്ഞ് കരഞ്ഞു. ലാലേട്ടനാണ് പോലീസിൽ വിവരം പറഞ്ഞത്. എൻ്റെ വണ്ടി ഓടിച്ചിരുന്ന കമ്പനി ഡ്രൈവറോട് പേര് ചോദിച്ചപ്പോൾ മാർട്ടിൻ എന്നാണ് പേരെന്ന് പറഞ്ഞു. മാർട്ടിനും കൂടി അറിഞ്ഞാണോ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ലാലേട്ടനോട് വിവരങ്ങൾ പറഞ്ഞപ്പോഴാണ് എന്നെ ഉപദ്രവിച്ച ആളിൻ്റെ പേര് സുനിൽ എന്നാണെന്ന് അറിഞ്ഞത്. അങ്ങനെ ഭാവന പോലീസിന് കൊടുത്ത മൊഴിയുടെ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞ് മംഗളം പുറത്തുവിട്ട റിപ്പോർട്ടാണിത്. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമൻസിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.